എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ ഈ വീഡിയോ നിങ്ങളെ കേൾപ്പിക്കാമേ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാഹുൽ ഈശ്വർ ബൈബിളിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ ചെയ്തായിരുന്നു. രാഹുൽ പറയുന്നു, നിങ്ങൾ പിന്തുടരണമെന്ന്, യേശുവിനെ പിന്തുടരണമെന്നും ഉച്ചത്തിൽ രാഹുൽ പറയുന്നുണ്ട്. രാഹുലിനിത് കുറച്ച് ദിവസം കഴിയുമ്പോൾ രാഹുലിനെതിരെ ആരെങ്കിലുമൊക്കെ വീഡിയോ ഇടുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അറിയാം, നിങ്ങൾ കണ്ടൊന്നും എനിക്ക് അറിയില്ല. എന്നാൽ ആ വിഷയത്തിൽ രാഹുൽ ബൈബിളിനെ ഉദ്ധരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ രാഹുൽ പറയുന്നത് ഇങ്ങനെയാണ്: എനിക്കുള്ളതിൽ ഏറ്റവും വലിയ ഇഷ്ടമുള്ള കോണ്ടസ്റ്റാണ് ഈ ഭാഗമെന്ന യോഹന്നാൻ സുവിശേഷം 8-7 വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. നിങ്ങളത് കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഒന്ന് കേട്ട് നോക്കൂ. നിങ്ങൾ എന്താണെന്ന് നോക്കാം. ഇവരെ കല്ലെറിയണമെന്നാണ് മോശയുടെ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. യേശുവെ, നീ എന്തു പറയും? ഇത് യഥാർത്ഥത്തിൽ യേശുവിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. അതായത് മോശയുടെ നിയമം തെറ്റാണ് എന്ന് യേശുവിന് പറയാൻ കഴിയില്ല. മോശയുടെ നിയമം ശരിയാണെങ്കിൽ ആ സ്ത്രീയെ കല്ലെറിയാം. അന്ന് കല്ലെറിയുന്ന സ്ത്രീകളെ മാത്രമാണ് കേട്ടോ. അതായത് അത് സത്യമാണ്. ഫെമിനിസ്റ്റുകൾ ആ കാര്യം പറയുന്ന സത്യമാണ്. കഴിഞ്ഞ 10, 2000, 3000 വർഷത്തിൽ എന്ത് ലൈംഗികതയുടെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാണെങ്കിലും അത് സ്ത്രീയെ ആയിരുന്നു കുറ്റക്കാരിയായി കണ്ടിരുന്നത്. അത് ഫെമിനിസ്റ്റുകളും നമ്മുടെ ലിബറലുകളും സെക്കുലർവാദികളും പുരോഗമനവാദികളും ഒക്കെ പറയുന്ന സത്യമാണ്. സ്ത്രീ അങ്ങനെ ഒരു അടിച്ചമർത്തൽ, എപ്പോഴും സ്ത്രീയുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ചിന്ത വന്നിരുന്നു. എന്നാൽ ഇപ്പോ ഫെമിനിസം ഒക്കെ ശക്തി പ്രാപിക്കുന്ന ലെഫ്റ്റ് ലിബറൽ പുരോഗമന ചിന്തയുള്ള നമ്മുടെ നാട്ടിൽ പലപ്പോഴും ആ കല്ലെറിയൽ പുരുഷനാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മാത്രമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെ കല്ലെറിയുമ്പോൾ ചില ആൾക്കാർ തിരിഞ്ഞു എന്ന് ചോദിക്കും, എന്നാൽ ആ പെൺകുട്ടിയോ, അവളും രാഹുൽ മാങ്കൂട്ടത്തിനും കൂടെ ഒരുമിച്ചല്ലേ ഇത് ചെയ്തത്? അപ്പോ ഇന്ന് രണ്ടുപേരെയും കല്ലെറിയുകയാണ്. എന്റെ അഭ്യർത്ഥന, ബൈബിൾ പിന്തുടരുക, യേശു ക്രിസ്തുവിനെ പിന്തുടരുക, രണ്ടുപേരെയും കല്ലെറിയണം. നമുക്ക് രണ്ടുപേരെയും കല്ലെറിയാത്തൊരു നയം എന്താണെന്ന് നോക്കാം, ഒരു നിലപാട് എന്താണെന്ന് നോക്കാം. യേശുവിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശു ആകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അവൻ നിവർന്നു നിന്ന് അവരോട് പറഞ്ഞു, യേശു ക്രിസ്തു അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ട് മുതിർന്നവർ ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന സ്ത്രീയും മാത്രം അവശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവരെവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അതായത് ആരും നിന്നെ ജഡ്ജ് ചെയ്തില്ലേ? നിന്നെ ചാപ്പ കുത്തിയില്ലേ? നീ മോശക്കാരിയാണ് എന്താ പറയണേ, സ്ലട്ട് ഷെയിം ചെയ്തില്ലേ? ആരും നിന്നെ എന്താ പറയണേ, മോശം സ്ത്രീയാണെന്ന് പറഞ്ഞില്ലേ? തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞില്ലേ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കോളുക, ഇനിമേൽ പാപം ചെയ്യരുത്. ഒരുപക്ഷെ ലോക ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ വാക്കുകളാണ്. ബൈബിളിലെ തന്നെ എനിക്ക് ഏറ്റവും വ്യക്തിപരമായി ഇഷ്ടപ്പെട്ട പവർഫുൾ മെസ്സേജിൽ ഒന്നാണ്. നമ്മൾ ആരാണ് വിധിക്കാൻ? രാഹുൽ മാങ്കൂട്ടത്തിലെ കല്ലെറിയരുത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇതേപോലെ ആ പെൺകുട്ടിയെ കല്ലെറിയണം. ആ പെൺകുട്ടിയെ കല്ലെറിയണമെന്ന് പറഞ്ഞത് മനഃപൂർവ്വം ബാലൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. അവരുടെ ആ മെസ്സേജ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വേദനയും വിഷമവും തോന്നി. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ടെലിഗ്രാമിലും വാട്സാപ്പിലും ഉള്ള മെസ്സേജ് നിങ്ങൾ കേട്ടു. ഓക്കെ, ഇനി രാഹുലിന്റെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാഹുൽ ഈശ്വർ അതിന് പറയുന്ന ഒരു ചിന്ത കണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ ചിന്തയാണ് ബൈബിളിൽ യേശു ക്രിസ്തു ചെയ്ത സംഭവം, പാപിനിയ സ്ത്രീ. എനിക്ക് ബൈബിളിൽ ഞാൻ പല സ്റ്റേജുകളിലും ഈ വിഷയം പല ചർച്ചകളിലും പ്രസംഗിക്കുമ്പോൾ ഞാൻ ഈ ഭാഗം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈബിളിൽ ഒത്തിരി ഉദ്ധരണികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണിത്. കാര്യം യേശുവിൻ്റെ മുമ്പിൽ പിടിച്ചുകൊണ്ടുവന്ന ആ പാപിനിയ സ്ത്രീയെ ഭയങ്കര ആ ഒരു ബുദ്ധി ഇങ്ങനെ തോന്നുന്നു, ഇങ്ങനെ ആരും ഉപയോഗിച്ചിട്ടില്ല. യേശു ഭയങ്കരമായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ. നിങ്ങളിൽ ആര് പാവില്ലാത്തവൾ കല്ലെറിയട്ടെ എന്ന്. അത് രാഹുൽ ഈശ്വരല്ല, പല പണ്ഡിതന്മാരും ഈ ഒരു കോണ്ടസ്റ്റ് യോഹന്നാൻ സുവിശേഷം 8-7 വാക്യത്തിലെ ഈ വിഷയം പല എന്താ പറയുക, പല ക്രൈസ്തവരല്ലാത്ത പണ്ഡിതന്മാർ പോലും ഈ വാക്ക് ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വർ കറക്റ്റാണ്. ലോകത്തിൽ ഇതുപോലുള്ളൊരു വാക്ക് ആരും ഉപയോഗിച്ചിട്ടില്ല. ശരിയാണ്, ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ശരി. അപ്പോൾ രാഹുൽ അവിടെ പറയുന്നൊരു ഉറപ്പിച്ച കാര്യം, രാഹുൽ ഈശ്വറിന് ഇപ്പോൾ അത് പണിയിട്ട് എനിക്ക് അറിയാം. കാര്യം രാഹുൽ ഈശ്വറിനെതിരെ വീഡിയോകളും കോളൊക്കെ വരും. വേറൊന്നുമല്ല, ലോകം നിങ്ങൾ ബൈബിൾ പിന്തുടരണമെന്നും യേശു ക്രിസ്തുവിനെ നിങ്ങൾ അനുഗമിക്കണമെന്ന് രാഹുൽ പരസ്യമായിട്ട് പറയുന്ന ഭാഗത്തിനകത്ത് ഞാൻ കണ്ടു നിങ്ങൾ. അതിപ്പോൾ രാഹുൽ ഈശ്വർ പ്രശ്നമാകും. ശരിയാണ്, രാഹുൽ ഈശ്വരനും അറിയാം യേശു ക്രിസ്തു ആണ് സത്യമെന്നും ബൈബിളാണ് യാഥാർത്ഥ്യമെന്നും രാഹുൽ ഈശ്വറിന് നന്നായിട്ട് അറിയാം. ഞാൻ ലോകത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, രാഹുൽ ഈശ്വരോട് ചേർന്ന് ആണെങ്കിലും ചേർന്ന് പറയുന്നു, ശരിയാണ്, ബൈബിളാണ് സത്യം, യേശുവാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ബൈബിൾ വായിക്കൂ, യേശു പിന്തുടരൂ, സത്യം മനസ്സിലാക്കൂ, പാപത്തിൽ മോചനം നൽകൂ. എങ്കിൽ നിങ്ങൾക്ക്
സമാധാനവും സന്തോഷവും നിത്യതയും പ്രാപിക്കാൻ വേണ്ടി കഴിയും. ഗോഡ് ബ്ലസ് യു.